ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു ഫിഷ് കറി ഉണ്ടാക്കുന്നേ. അതിന് വേണ്ടിയിട്ട് 1 കിലോ വാളയെന്നും പറയും, പാമ്പാടയെന്നും പറയും. അപ്പോൾ 1 കിലോ വാള എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇത് കറി വെക്കാൻ നല്ല മീനാണ്. വറുക്കാനും കൊള്ളാം, പക്ഷെ കറി വെക്കാനും നല്ലതാണ്. ഇനി അതിന് വേണ്ടി ആദ്യം നമുക്കൊരു ബൗൾ എടുത്ത് വെക്കാം. അതിനകത്ത് ഒരു 3.5 ടീസ്പൂൺ പിരിയമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, ഇതെല്ലാം വറുത്ത് പൊടിച്ച പൊടികളാണേ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, ഇനി ഇതൊരു കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കലക്കി വെക്കാം. കട്ടയില്ലാതെ കലക്കി വെക്കണേ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് സ്റ്റൗ കത്തിച്ച് ചട്ടി എടുത്ത് നമുക്ക് സ്റ്റൗ ഓണാക്കാം. ചട്ടി ഒന്ന് ചൂടാകട്ടെ. ചൂടായ ചട്ടിയിൽ ഒരു 2-3 ടേബിൾ സ്പൂണോളം, ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ. എണ്ണ ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു ഇടത്തരം സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കേ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. സവാള നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഇതിൻ്റെ കൂടെ ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇത് നല്ലതുപോലെ വഴന്ന് വരണേ. ഓക്കെ, നമ്മുടെ സവാളയൊക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കേ. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ പച്ച മണം ഒന്ന് മാറിക്കിട്ടട്ടെ. ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചേക്കുന്ന മസാലയില്ലേ, മുളകും മല്ലിയും മഞ്ഞൾപ്പൊടി, അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേ. ഇതിനകത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. വറുത്ത് പൊടിച്ച പൊടിയാണ്. മസാലയിലൊക്കെ കിടക്കുമ്പോൾ ഒന്ന് ചൂടായി കിട്ടുമ്പോൾ നല്ലതാണ്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് പുളി, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, പിഴുപുളിയാണേലും കുടംപുളിയാണെങ്കിൽ എന്തായാലും, ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം പുളി പഴുത്തത് പേസ്റ്റാണേ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 വലിയ തക്കാളി അരിഞ്ഞതേ അത് ഇട്ട് കൊടുക്കും. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേ. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട്
ഒന്ന് നല്ല മിക്സാക്കിയിട്ട് 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. തീ ഒന്ന് കുറയ്ക്കാം, സിമ്മിലിട്ടേക്കേ. ഓക്കെ, നമ്മുടെ തക്കാളിയും അരപ്പും ഒക്കെ ആയിട്ട് നല്ല ഓയിൽ തെളിഞ്ഞ് വന്നേക്കുന്നുണ്ടോ. ചെറിയ തീ കിടക്കുകയാണേ, ഞാൻ കവർ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ 2 മിനിറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ മസാല മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതിനകത്ത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി ഇങ്ങോട്ട് ഒഴിക്കേ. തീ ഒന്ന് മീഡിയത്തിൽ വെക്കാം. ഒന്ന് തിളക്കട്ടെ. നമ്മുടെ മീനിൻ്റെ അരപ്പ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഈ എടുത്തു വച്ചേക്കുന്ന മീനില്ലേ, അതിട്ട് കൊടുക്കാം. അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഞാൻ തീരെ സിമ്മിലിട്ടിട്ട് 5 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ മീൻ കറി നോക്കേ, ഏകദേശം ഒരു 6 മിനിറ്റ് കഴിഞ്ഞു. തീരെ ചെറിയ തീയിലാണ് കിടക്കുന്നേ. ഒന്ന് ചുറ്റിച്ച് നോക്കാം. ഇത് തുറന്ന് വെച്ചിട്ട് ഇച്ചിരി കൂടെ തീയൊന്ന് കൂട്ടി കൊടുക്കേ. മീഡിയത്തിലും തൊട്ട് താഴെ വെക്കേ. ഒരു 3-4 മിനിറ്റ് കൂടെ ഇങ്ങനെ കിടക്കട്ടെ. അടുത്ത് നിന്നിട്ടൊന്ന് ചുറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, നമ്മളെ മീൻ കറി ഇങ്ങനെ ഇട്ടിട്ട് ഒരു 4 മിനിറ്റ് കഴിഞ്ഞേ. ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതിനകത്ത് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ല ഇതിനകത്ത് എന്തായാലും ഞാൻ വെക്കുന്ന രീതിയിലാണെങ്കിൽ ഇപ്പം ഒരു 1/4 ടീസ്പൂൺ തോനെ, ഒരു 1/2 ടീസ്പൂണിനേക്കാളും കുറവ് വറുത്ത് പൊടിച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി ഇതുപോലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇത് ഇങ്ങനെ പറ്റിച്ചെടുക്കാനാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി അവരവരുടെ എരിക്കനുസരിച്ച് 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് നല്ല ചുറ്റിയെടുത്ത് അടച്ച് വെച്ചിരുന്നാൽ മതി, ഇതുപോലെ ഉപയോഗിക്കാനാണെങ്കിൽ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയല്ല. അപ്പം ഞാൻ ഒരു 1/4 ടീസ്പൂണിൽ തോനെ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തില്ലേ, അതിൻ്റെ കൂടെ ഒരു ഇടത്തരം തേങ്ങയുടെ 1 മുറി തേങ്ങ, അതിൻ്റെ തേങ്ങാപ്പാലെടുത്തതേ. അതൊഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇനി ഇതുപോലെ മീഡിയത്തിൽ തീ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. മീഡിയം വേണ്ട, ഇച്ചിരി കുറയ്ക്കാം. ഇതൊരു 3-4 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മുടെ ഫിഷ് കറി നോക്കേ. ഒരു സിമ്മി കിടക്കുകയാണ്. ഒരു 5 മിനിറ്റോളം ആയി കഴിഞ്ഞിട്ടുണ്ടേ. നമുക്കൊന്ന് ചുറ്റി കൊടുക്കേ. ഓക്കെ, നല്ല വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു. ഒന്ന് ചുറ്റി കൊടുക്കേ. ഓക്കെ, എന്ത് മണമായിരുന്നു.
അപ്പോൾ ഈ മീൻ ഇത് തന്നെ വേണമെന്ന് ഏത് മീനായാലും നല്ല, ഇതിനേക്കാളും നല്ലതായിരിക്കും വേറെ മീനൊക്കെ. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ ഇട്ട് കൊടുക്കേ. ഇതിലോട്ട് ഒരു 2-3 തണ്ട് വേപ്പില, കറിവേപ്പില, അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്തൊരു 3 പച്ചമുളക് 2ആയിട്ട് പിളർന്നത്. ഇത് നല്ല എരിയുള്ള പച്ചമുളകാണ്, ഭയങ്കര എരിയുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇത് ഒരു കുറച്ച് നേരം കഴിഞ്ഞെടുക്കാം, ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞെടുക്കാം. നമ്മുടെ ഫിഷ് കറി നോക്കേ, ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞു. ഇനി വെച്ചിരുന്നാൽ വിശപ്പ്, മണി 2 നോക്കിയേ. എന്ത് മീൻകറിയാണെന്നറിയാവോ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഞാൻ ഒന്ന് ചുറ്റി കൊടുക്കേ. ഓക്കെ, നല്ല ടേസ്റ്റോടു കൂടിയൊരു മീൻകറിയാണ്. ഞാൻ താഴോട്ടെടുത്ത് വെക്കട്ടെ. ഓക്കെ, നല്ലൊരു മീൻകറിയാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നോക്കിയേ, എനിക്ക് തോന്നി ഈ വാളേക്കാളും നല്ലത് ചൂര, വറ്റ, ഏത് മീനും പറ്റിയ, അയില, വാളയും നല്ല ടേസ്റ്റ് തന്നെ. ഓക്കെ, ഒന്നും പൊടിഞ്ഞിട്ടില്ല, നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഫിഷ് കറിയാണ് കേട്ടോ. അന്നേരം ഇത് 2 രീതിയിലും ഉണ്ടാക്കാം. ഞാൻ ആദ്യം കാണിച്ചിട്ടില്ലേ ആദ്യത്തെ സ്റ്റെപ്പ്, അത് നമ്മൾ പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് മുമ്പേ, അപ്പോൾ കുരുമുളക് ചേർക്കണേ. ഇത് ഞാൻ കുരുമുളക് ചേർത്തിട്ടില്ല. അപ്പോൾ തേങ്ങാപ്പാലില്ലാതെ അത് എടുക്കാം. നല്ല ടേസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കാം. നല്ല എന്തെന്ന് വെച്ചാൽ എനിക്ക് വർത്താനം പറയാൻ പോലും പറ്റുന്നില്ല, അത്ര ടേസ്റ്റാണ് മീൻ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.